ഹായ് ഓൾ. അപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയി നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ ഓർഡറൊന്നുമില്ല, സീറോ ആണ്. ഇന്ന് ട്രേഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പൊസിഷൻസ് നോക്കിയാൽ സീറോ ആണ്, ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ബാങ്കിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളത്. അതിൽ ഇന്ന് 16-ാം തീയതിയാണ്. 16-ാം തീയതി ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് വലിയ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒന്ന് മേലെ പോയി ഒന്ന് താഴേക്ക് വന്നു. അതായത് ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി, ഈ രണ്ട് ഒരു ഏരിയ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഓപ്ഷൻ ബയ്യർക്ക് ഒട്ടും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ അല്ല. ഇത് സെല്ലറുടെ മാർക്കറ്റാണ്. സെല്ലർക്ക് DK അടിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ബയ്യർ ഇനിയിപ്പോൾ ഈ ടിപ്പിൽ നിന്ന് എൻട്രി കിട്ടിയായിരിക്കും. ഈ ടിപ്പിൽ നിന്ന് ഇപ്പോൾ ബൈ ചെയ്താലും ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 100 പോയിൻറ്റ് കിട്ടില്ല. എൻ്റെ സ്ട്രാറ്റജി പ്രകാരം മിനിമം 100 പോയിൻറ്റ് കിട്ടിയാൽ എൻ്റെ ടാർഗറ്റ് അടിക്കുള്ളൂ. അല്ലെങ്കിൽ 20 പോയിൻ്റ് ആകുമ്പോൾ 20 പോയിൻറ്റ് SL അടിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ എവിടെ ട്രേഡ് എടുത്താലും SL അടിക്കാനാണ് പോസിബിലിറ്റി ബൈയിങ്ങിൽ. കാരണം 20 പോയിൻറ്റ് താഴേക്ക് സുഖമായിട്ട് മൂവ് ചെയ്യും. 100 പോയിൻറ്റ് ടാർഗറ്റിൽ വരില്ല. ഈ ഞാൻ പറഞ്ഞ ഈ ടിപ്പിൽ നിന്ന് എടുത്താൽ പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ അടങ്ങിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെറുതെ SL അടിക്കും. ഇപ്പോൾ എൻ്റെ ജേണൽ കാണിച്ചു തരാം. ജേണൽ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചില ദിവസം നോ ട്രേഡ് ഉണ്ട്. ഇത് ലെവൽ 2ൻ്റെ ജേണലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ദിവസം നോ ട്രേഡുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കൺസോൾട്ടേറ്റിംഗ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇങ്ങനെ സീറോ ആയി കിട്ടും. അതായത് ഒരു വലിയ ലോസും കാര്യങ്ങളൊന്നും വരില്ല. അതല്ലാണ്ട് ആവശ്യമില്ലാതെ ഇങ്ങനത്തെ മാർക്കറ്റിൽ ഇവിടെയൊക്കെ പോയി ട്രേഡ് എടുത്ത് ലോസ് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ലോസ് ആവും. അങ്ങനെ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷനും ഒക്കെ പോകും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജിയും എൻട്രി സെറ്റപ്പൊക്കെ വരുന്ന സമയത്ത് മാത്രമേ എൻട്രി എടുക്കാം. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എൻട്രി സെറ്റ് പ്രകാരമുള്ള ലോസാണ്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ചെറിയ ലോസേ ഉള്ളൂ. ഇത്ര 3 ലോസ് അടിച്ചിട്ടും ഇത്രയേ ഉള്ളൂ ആകെ വന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഒന്നായിട്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ഇത് ലെവൽ 1ൻ്റെ ചാനലാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ദിവസമുണ്ട് ട്രേഡ് എടുക്കാത്ത ദിവസങ്ങൾ. ഇതൊക്കെ ട്രേഡ് എടുക്കാത്ത ദിവസങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ദിവസങ്ങളിൽ ട്രേഡ് എടുക്കാതെ അടങ്ങിയിരിക്കുക. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ദിവസം ഏതെങ്കിലുമൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അതിൽ വെറുതെ കുറച്ച് ലോസും വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ലോസ് വരുന്ന സമയത്ത് ഈ ഓൾറെഡി ഇങ്ങനെയുള്ള ലോസൊക്കെ നമുക്ക് വരാനുള്ള ലോസാണ്. അത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമുള്ള ലോസാണ്. ആ ലോസിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത ലോസും കൂടെ വരുന്ന സമയത്ത് നമുക്ക് ഓവറോൾ പ്രോഫിറ്റിൽ എത്താൻ കഴിയില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി സെറ്റപ്പ് പ്രകാരമുള്ള എൻട്രി മാത്രം എടുക്കുക. അത് പ്രകാരമുള്ള ലോസ് വരുമ്പം സങ്കടപ്പെടാതിരിക്കുക. ബാക്കി ഓവറോൾ നമുക്ക് പ്രോഫിറ്റിൽ പോകാൻ കഴിയും. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.